ഹായ് ഫ്രണ്ട്സ്, വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ പായസം നമുക്ക് വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ പായസം തയ്യാറാക്കുന്നതിന് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. പാല് നമുക്ക് ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ച് വെക്കാം. ഇനി ഞാനിതാ 1/2 കപ്പ് സാബൂനരി എടുത്തിട്ടുണ്ട്. ചവ്വരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡി ആവുന്നത് വരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇത് കൂടുതൽ സമയം കുതിർക്കേണ്ടതൊന്നുമില്ല, ചെറിയ തറികളായിട്ടുള്ളതാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നാലും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കുന്നത് വരെ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം. ഞാനിതാ 3 ശർക്കര മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 പകുതിയാണ് എടുത്തത്. ഇതിലേക്കുള്ള കറക്റ്റ് അളവാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതാ സാബൂനരി എടുത്ത അതേ അളവിൽ തന്നെ 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ലിറ്റർ പാലിലേക്കാണ് 1/2 കപ്പ് സാബൂനരിയും ചെറുപയറും എടുക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ സാബൂനരിയും ചെറുപയറും ഒരേ അളവിൽ എടുത്താൽ മതി. എന്നിട്ട് അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതാ ചെറുപയർ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം വറ്റുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം നന്നായി വറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതിയേ. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന വെള്ളം വേണം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ സമയം വേവിക്കാനുണ്ടാവും, നമ്മൾ കുതിർക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതാ നമ്മൾ സാബൂനരി നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കുതിർക്കുന്ന സമയത്ത് നല്ല വെള്ളം തന്നെ, കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അതേ വെള്ളത്തിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച പാലിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പാലും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിൽ നമുക്ക് നന്നായി തിളയ്ക്കുന്നത് വരെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. സാബൂനരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ. ഇനി നമുക്ക് ചെറുപയർ ഒന്ന് നോക്കാം. ചെറുപയർ വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചതായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് സാബൂനരി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ വേവ് കുറഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, ചുടുവെള്ളം എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ സാബൂനരി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര മെൽറ്റാക്കിയിട്ടൊന്ന് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാലിൽ നിന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ, കുറച്ച് സമയം ഒന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കുറച്ചൊന്ന് കുറുകി വരും, അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മധുരമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതാ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അതുപോലെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വന്നതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയേ.
ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കുറുകും. സാബുനരി ചേർത്ത് കൊണ്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പഴം, നന്നായിട്ട് പഴുത്തൊരു പഴം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1-2 പഴം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു യെല്ലോ കളറായി നെയ്യിൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് റോസ്റ്റ് ചെയ്തത് ചേർത്ത് കഴിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. എല്ലാവർക്കൊന്നും തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ആക്കിയെടുക്കാം. അപ്പം നെയ്യ് ഇത് മതി കേട്ടോ. ഈ നെയ്യിൽ തന്നെ ചെയ്തെടുത്താൽ മതി. കൂടുതൽ നെയ്യ് ഒഴിക്കുകയൊന്നും വേണ്ട. ഇതാ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴം നെയ്യിൽ വാട്ടി വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് പായസം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതിനേക്കാളും ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിനേക്കാളൊക്കെ വെറൈറ്റി ടേസ്റ്റിലുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നതാണ്. നെയ്യിൽ റോസ്റ്റ് ചെയ്ത പഴമൊക്കെ ചേർത്തത് കൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.